പുനർനിർമ്മാണത്തിലുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. സമയം നീട്ടി നൽകണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം പരിഗണിക്കും. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അശ്വിൻ, 45 ദിവസമാണ് ആകെ കിട്ടിയിരിക്കുന്നത്. ആ 45 ദിവസത്തിനുള്ളിൽ ഈ പുനർനിർമ്മാണം സാധ്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്താണ് ആലോചന? ആരൊക്കെയാണ് ഇപ്പോൾ തിങ്കളാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കുക? സ്മൃതി, അതുതന്നെയാണ്. കാരണം ഈ 45 ദിവസം കൊണ്ട് 530 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കാം എന്നതടക്കമുള്ള ആശങ്കകൾ നിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഈ ഉന്നതതല യോഗം. ഈ യോഗത്തിലാകും ഇത് സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഈ 45 ദിവസം കൊണ്ട് ഇത്രയും ഈ 530 കോടി രൂപ എങ്ങനെ ചിലവാക്കും, അതിന് മറികടന്ന് എങ്ങനെ കേന്ദ്രത്തിൽ ഇതിലൊരു ബദൽ സംവിധാനം ഒരുക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാകും ഈ ഒരു യോഗത്തിൽ ചർച്ചയാവുക. പ്രധാനമായും ഈ ലോൺ, അതായത് ഈ വായ്പാ വിനിയോഗം സംബന്ധിച്ച ചർച്ചകൾ തന്നെയാകും ഈ യോഗത്തിൽ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കേന്ദ്രത്തോട് സമയം നീട്ടി നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ, മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നിവ അടക്കം ഈ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്യും. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതുവരെയുള്ള പുനരധിവാസത്തിൻ്റെ ഒരു അവലോകനവും ഈ ഒരു യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 530 കോടി രൂപയാണ് ഇപ്പോൾ 50 വർഷത്തെ സമയം നൽകി വായ്പയായി കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ ഈ ടൗൺഷിപ്പുകൾ നടത്തുന്നതിന് വേണ്ടി 2 എസ്റ്റേറ്റുകൾ സർക്കാർ നോക്കി വെച്ചിരുന്നു. ഇത് ഏറ്റെടുക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിലേക്ക് ആക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഒരു മൂല്യനിർണ്ണയ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി ഇതിൻ്റെ ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം ഈ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് ടൗൺഷിപ്പിനുള്ള ശിലാഫലകകൾ സ്ഥാപിക്കുക എന്നൊരു കർത്തവ്യത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം തന്നെ ഇതടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത്. അതിന് മുൻപ് ഈ കേന്ദ്രത്തോട് എന്തൊക്കെ കാര്യങ്ങൾ സമയം നീട്ടി നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെ നൽകണം എന്നതുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിൽ തീരുമാനമെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ഒരു മാനദണ്ഡങ്ങളിൽ സംസ്ഥാനത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നൊരു കാര്യവും ഈ ഒരു യോഗത്തിലാകും തീരുമാനിക്കുക. കേന്ദ്രത്തെ അറിയിക്കേണ്ട ഒരു നിലപാടിൽ ഒരു തീരുമാനം അന്നുണ്ടാകും.